ഹായ് ഫ്രണ്ട്സ്, ലേണിതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നാം പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററായ ബേട്ടി കെ നാം. ബേട്ടി കെ നാം എന്ന് പറഞ്ഞാൽ പുത്രിയുടെ പേർക്ക്. ഇതൊരു ജവാബി പത്രമാണ്, അതായത് മറുപടി കത്ത്. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 1947 के पूर्व 2 सदियों तक भारत ब्रिटिश राज्य के अधीन था. भारत को स्वतंत्र बनाने के लिए न जाने कितनों ने अपनी जान की कुर्बानी दी. इतिहास साक्षी है कि 1857 से भारत की स्वतंत्रता की लड़ाई शुरू हुई थी. इतिहास के पन्नों का एक हिस्सा यहाँ आपके सामने है. 1947 के पूर्व 2 सदियों तक भारत ब्रिटिश राज्य के अधीन था. 1947 മുൻപ് 2 നൂറ്റാണ്ടുകൾക്ക് വരെ ഭാരതം ബ്രിട്ടീഷ് ഭരണത്തിന് അധീനമായിരുന്നു. भारत को स्वतंत्र बनाने के लिए न जाने कितनों ने अपनी जान की कुर्बानी दी. ഭാരതത്തെ സ്വതന്ത്രമാക്കുന്നതിന് എത്ര ആളുകൾ തങ്ങളുടെ ജീവൻ ബലികഴിപ്പിച്ചു എന്ന് അറിയില്ല. ഇതിഹാസ് സാക്ഷിയെ कि 1857 से भारत की स्वतंत्रता की लड़ाई शुरू हुई थी. 1857 മുതൽ ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. ഇതിഹാസ് കെ പന്നോ കാ ഏക് ഹിസ്സ യഹാം ആപ്കെ സാമനെ ഹെ. ചരിത്രത്താളുകളുടെ ഒരു ഭാഗം ഇവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. ബ്രിട്ടീഷ് सरकार ने 1857 की स्वतंत्रता की पहली लड़ाई को परास्त कर दिया. उन्होंने दिल्ली के अंतिम मुगल शासक बहादुर शाह जफर को 4 दिसंबर 1858 को मगर नामक ब्रिटिश युद्धपोत से रंगून भेज दिया. रंगून में उन पर सख्त पहरा था. मिलने की इजाज़त को दूर वे कूल कर किसी से बातचीत भी नहीं कर सकते थे. सख्त नसरबंदी के बावजूद बहादुर शाह जफर ने अपनी कुछ चिट्ठियाँ दिल्ली पहुँचाई. कुलसुम जमानी बेगम बहादुर शाह जफर की बड़ी बेटी थी. वे दिल्ली में अंग्रेज़ों की कैद में थी. उन्होंने किसी तरह से एक खत अपने कैदी बाप को रंगून भेजा था. उसके जवाब में लिखी गई चिट्ठी यहाँ पेशा है. ब्रिटिश सरकार ने 1857 की स्वतंत्रता की पहली लड़ाई को परास्त कर दिया. ബ്രിട്ടീഷ് ഗവൺമെൻറ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുത്തി. उन्होंने दिल्ली के अंतिम मुगल शासक बहादुर शाह जफर को 4 दिसंबर 1858 को मगर नामक ब्रिटिश युद्धपोत से रंगून भेज दिया. അദ്ദേഹം ഡൽഹിയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹാദൂർ ഷാ ജഫറിനെ 1858 ഡിസംബർ 4 മഗർ എന്ന യുദ്ധക്കപ്പലിൽ റംഗൂണിലേക്ക് നാടുകടത്തി. റംഗൂൺ മേ ഉൻ പർ സഖ്ത് പഹരാ था. റംഗൂണിൽ അദ്ദേഹം ശക്തമായ കാവൽ ഏർപ്പെടുത്തി. मिलने की इजाज़त तो दूर वे खुलकर किसी से बातचीत भी नहीं कर सकते थे. മറ്റുള്ളവരുമായി കാണാനുള്ള അനുവാദം പോയിട്ട് ആരോടെങ്കിലും സംസാരിക്കാനുള്ള അനുവാദം പോലും ഇല്ലായിരുന്നു. सख्त नसरबंदी के बावजूद बहादुर शाह जफर ने अपनी कुछ चिट्ठियाँ दिल्ली पहुँचाई. കഠിനമായ തടങ്കിലായിരുന്നിട്ട് പോലും ബഹാദൂർ ഷാ ജഫർ തൻ്റെ ഏതാനും കത്തുകൾ ഡൽഹിയിലെത്തിച്ചു. കുൽസും ജമാനി ബേഗം ബഹാദൂർ ഷാ ജഫർ की बड़ी बेटी थी. കുൽസും ജമാനി ബീഗം ബഹാദൂർ ഷാ ജഫറിൻ്റെ മൂത്ത പുത്രിയായിരുന്നു. വേ ദില്ലി മേ അംഗ്രേസോं की कैद में थी. അവർ ഡൽഹിയിൽ ഇംഗ്ലീഷുകാരുടെ തടവിലായിരുന്നു. ഉन्होंने किसी तरह से एक खत अपने कैदी पाप को रंगून भेजा था. അവർ എങ്ങനെയോ ഒരു കത്ത് തടവിൽ കഴിയുന്ന തൻ്റെ പിതാവിന് രംഗൂണിലേക്ക് അയച്ചിരുന്നു. ഉസ്കെ ജവാബ് മേ ലിഖി ഗയി ചിട്ടി യഹാം പേശാ ഹെ. അതിന് മറുപടിയായിട്ട് അയച്ചിട്ടുള്ള കത്താണ് ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ബേട്ടി കെ നാം. ബഹാദൂർ ഷാ ജഫർ തൻ്റെ മൂത്ത മകളായ കുൽസും ജമാനി ബീഗത്തിന് എഴുതിയ മറുപടി കത്താണ് ഈ പാഠഭാഗം. प्यारी बिटिया, तुमने अपने कैदी बाप को खत भेजा. खत क्या भेजा? मेरी जान आसनामा था. बेटे ने पढ़कर सुनाया. एक दफ़ा सुना, जीना भरा. फिर कहा, बेटा फिर सुनाना. फिर सुना. वक्त भी रोया. मेरी आगे भी आंसुओं से भीग गई. कहा, बाबा एक दफ़ा फिर पढ़ो. क्या लिखा हो बेटी कि मुझ पर तुम्हारे खत का क्या असर हुआ? 3 दफ़ा सुनने के बाद भी दिल को करार नहीं आया. प्यारी बिटिया. प्यारी बिटिया ने प्रिय मകളെ. तुमने अपने कैदी बाप को खत भेजा. खत क्या भेजा? मेरी जान आसनामा था. നീ തടവുകാരനായ അച്ഛനയച്ച കത്ത് കിട്ടി. അത് കത്തല്ലായിരുന്നു, കണ്ണുനീർ കുതിർന്ന വേദന നിറഞ്ഞ വാക്കുകളായിരുന്നു. കൈദി തടവുകാരൻ. മേരി ജാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി. ആസുനാമ എന്ന് പറഞ്ഞാൽ വേദന നിറഞ്ഞ വാക്ക്. ബേട്ടനെ പഠിക്കർ സുനായ എക് ദഫ സുന.
जीना भरा। फिर कहा, बेटा फिर सुनाना। फिर सुना। वह भी रोया। मेरी आंखें भी ആസുവും से भीग गई. മകൻ പല പ്രാവശ്യം വായിച്ചു കേൾപ്പിച്ചു. മതിയായില്ല. വീണ്ടും വീണ്ടും പറഞ്ഞു, മോനെ വീണ്ടും വായിച്ചു കേൾപ്പിക്കൂ. വീണ്ടും കേട്ടു. അവനും കരഞ്ഞു. എൻ്റെ കണ്ണുകളും കണ്ണുനീരിൽ കുതിർന്നു. कहा, बाबा एक दफ़ा फिर पढ़ो. क्या लिखवा वो बेटी कि मुझ पर तुम्हारे खत का क्या असर हुआ. 3 दफ़ा सुनने के बाद भी दिल को करार नहीं आया. असर സ്വാധീനം, കരാർ സമാധാനം. एक दफ़ा फिर पढ़ो. ഒരിക്കൽ കൂടി വായിക്കൂ. ക്യാ ലിഖ്വാവോ ബേട്ടി കി മുझ് पर तुम्हारे खत का क्या असर हुआ. ഇവിടെ പറയുന്നത്, എന്നിൽ നിന്റെ കത്ത് ചെലുത്തിയ സ്വാധീനം ഞാൻ എങ്ങനെ എഴുതി അറിയിക്കും. 3 दफ़ा सुनने के बाद भी दिल को करार नहीं आया. കത്ത് 3 പ്രാവശ്യം വായിച്ചു കേട്ടിട്ടും മനസ്സിന് സമാധാനം ലഭിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സച്ച് കത്തി ഹോ ദില്ലി വാലെ മുച്ച്കോ റോത്തെ ഹോഗെ. സത്യം പറഞ്ഞാൽ ഡൽഹിയിലുള്ളവർ എനിക്ക് വേണ്ടി കരയുന്നുണ്ടായിരിക്കും. വേ ക്യാ യജ്ഞകി ജാനത്തേക്ക് മേ ബി ഉൻകോ രോത്താഹും. അവരറിയുന്നില്ലല്ലോ ഞാനും അവർക്ക് വേണ്ടി കരയുന്നുണ്ടെന്നുള്ളത്. മേ തോ ജിന്ദാ ബൈഠാഹും. വേ തോ ബിനാ ആയി മോത് മർ ഗയി. ഞാനാകട്ടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു, അവരാകട്ടെ മരിക്കാതെ മരിച്ചു. കിത്തനോ കെ ബാപ്പ്, കിത്തനോ കെ ബേട്ടെ, കിത്തനോ കെ ബായ് ഫാസിയോ പർ ചढ़ गई. എത്ര പേരുടെ പിതാക്കന്മാർ, എത്ര പേരുടെ മക്കൾ, എത്ര പേരുടെ സഹോദരന്മാർ തൂക്കിലേറ്റപ്പെട്ടു. ഫാസിയോ പർ ചढ़ना എന്ന് പറഞ്ഞാൽ തൂക്കിലേറ്റപ്പെടുക. കിത്തനെ ബച്ച എത്തീം ഹോ ഗയി. എത്ര കുട്ടികൾ അനാഥരായി. കിത്തനെ ഓരത്തെ ബേവ ഹോ ഗയി. ബേവ എന്ന് പറഞ്ഞാൽ വിധവ. എത്ര സ്ത്രീകൾ വിധവകളായി. ഘർ ലൂട്ട് ഗയെ നഹി ബൽക്കി ഗോദ് ഡാലെ ഗയെ ഓർ ഉൻ പർ ഹൽ ചൽവാ ദിയെ ഗയെ. ഇവിടെ പറയുന്നത് വീട് കൊള്ളയടിക്കപ്പെടുക മാത്രമല്ല ഉഴുതുമറിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. ലുട്ട്ന എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കപ്പെടുക. ഗോദ് ഡാൽന എന്ന് പറഞ്ഞാൽ കിളച്ചു മറിക്കുക. ഹൽ ചൽവാന ഉഴുതുമറിക്കുക. ദില്ലി മേ ജബ് മേരാ മുഖ്ദമ ചൽ രഹാ ഥാ ഉസി സമാനെ മേ തബാഹി ഓർ ബർബാദി കെ ഖിസ്സേ സുനേ ദേവ്. ഡൽഹിയിൽ എൻ്റെ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ വിനാശത്തിൻ്റെയും തകർച്ചയുടെയും കഥകൾ കേൾക്കുന്നുണ്ടായിരുന്നു. മുഖ്ദമ മീനിങ് കേസ്, തബാഹി നാശം, ബർബാദി നാശം. മേരെ യഹാം ആ ജാനെ കെ ബാദ് പതാ നഹി ഓർ ക്യാ ക്യാ പരേശാനിയോ ഷഹർ വാലെ പർ പടി ഹോഗി. ഞാനിവിടെ വന്നതിന് ശേഷം പട്ടണത്തിൽ താമസിക്കുന്നവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അബ് ഹസെ യാ റോയെ. ഇപ്പോൾ ചിരിച്ചിട്ടോ കരഞ്ഞിട്ടോ കോയി ഫായദ നഹി, ഒരു പ്രയോജനവുമില്ല. ഹം സബ് കാലേ പാനി മേ ഹെ. കാലേ പാനി എന്ന് പറഞ്ഞാൽ നാടുകടത്തൽ. നമ്മളെല്ലാവരും നാടുകടത്തലിൻ്റെ വക്കിലാണ്. अपने वतन दिल्ली से सैकड़ों कोस दूर, घर से जुदा और ऐसे जुदा कि अब जीते जी किसी से मिलने की आस नहीं है. ഡൽഹിയിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം വീട്ടിൽ നിന്നും വേർപിരിഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇനി ആരെയും കണ്ടുമുട്ടുമെന്ന് തോന്നുന്നില്ല. വതൻ മീനിങ് ജന്മദേശം, ജുദ വേറിട്ട, ജീത്തെ ജി ജീവനോടെ ഇരിക്കെ, ആസ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. മുझे याद आया जब तुम्हारी शादी हुई थी और गालिब और जौक ने तुम्हारी बारात की अगवानी के സെഹരെ लिखे थे. മുഗൾ രാജകൊട്ടാരത്തിലെ ഉറുദു കവികളാണ് ഗാലിബും ജൗക്കും. ബാരാത്ത് എന്ന് പറഞ്ഞാൽ വിവാഹ പാർട്ടി. നിന്റെ വിവാഹം നടന്നതും ഗാലിബും ജൗക്കും വരനെയും കൂട്ടരെയും കുറിച്ചുള്ള പാട്ട് എഴുതിയതും ഞാൻ ഓർക്കുന്നു എന്ന് പറയുകയാണ്. അബു യഹാ ന വഖ് ലാൽ കില ഹെ. ഇപ്പോൾ ഇവിടെ ആൽ ചെങ്കോട്ടയില്ല. ഓർ ന പഹരേദാർ, പാറാവുകാരില്ല. ബസ് ലക്കടി ക എക് പുരാന സ മക്കാൻ ഹെ. തടി കൊണ്ടുള്ള ഒരു പഴയ വീട് മാത്രം. ജോ ബർസാത്ത് മേ ടപ്കതാ ഹെ ഓർ ജിസ്മേ 2-4 കമരോं के सिवाय ज़्यादा गुंजाइश नहीं है. ജോ ബർസാത്ത് മേ ടപ്കതാ ഹെ, അത് മഴയിൽ ചോർന്നൊലിക്കുന്നു. ഓർ ജിസ്മേ 2-4 കമരോं के सिवाय ज़्यादा गुंजाइश नहीं है. ഈ വീട്ടിൽ 2-4 മുറികളിൽ കൂടുതൽ മുറികളില്ല എന്നാണ് പറയുന്നത്. ലാൽ കില മീനിങ് ചെങ്കോട്ട, ഗുഞ്ചായിഷ് സാധ്യത. ഒരിക്കൽ ഈദിൻ്റെ അവസരത്തിൽ കുറേ മുസ്ലിം സഹോദരങ്ങൾ എനിക്ക് വേണ്ടി കുറേ സമ്മാനങ്ങളുമായി വന്നു. ഞാൻ അവരോട് പറഞ്ഞു, സഹോദര, ഈ സമ്മാനം സ്വീകരിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഉനോനെ ജബ് ബഹുത്ത് കഹ തോ കുച്ച് തോഫെ ലേ ലിയെ. അവർ വളരെയധികം നിർബന്ധിച്ചപ്പോൾ കുറച്ച് സമ്മാനങ്ങൾ ഞാൻ എടുത്തു. ഉസ്കെ ഏവസ് മേ മേനെ മലിയ കാ എക് ഹാർ ഉൻകോ ദേ ദിയ. ഉസ്കെ ഏവസ് മേ എന്ന് പറഞ്ഞാൽ അതിന് പകരമായിട്ട് മേനെ മലിയ കാ എക് ഹാർ ഉൻകോ ദേ ദിയ, ഒരു രത്നഹാരം ഞാൻ അവർക്ക് കൊടുത്തു. ദൂസരേ ദിൻ ഹുക്കും ആയ കി ഇൻ മുഗളോं के पास ജവാഹരാത്ത് ബഹത്ത് സ്യാദാ ഹെ. ജവാഹരാത്ത് എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ. അടുത്ത ദിവസം തന്നെ ആജ്ഞ വന്നു, ഈ മുഗളന്മാരുടെ കയ്യിൽ ധാരാളം രത്നങ്ങളുണ്ടെന്ന്. ഇൻ കൈദിയോ കോ ദിയെ ജാനെ വാല ഖർച്ച്. ഈ തടവുകാർക്ക് കൊടുക്കുന്ന ചെലവ് കാശ് ഇൻകി സറൂറത്ത് സെ സ്യാദാ ഹെ, അവരുടെ ആവശ്യത്തിൽ അധികമാണ്. ഖർച്ച് മീനിങ് ചെലവ്, സറൂറത്ത് ആവശ്യം. ഫിർ വഹി ഹുവ.
ജിസ്കാ ഡർദ അവരെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്ക് സംഭവിച്ചു. ഹമാര ഖർച്ച് ആദാ കർദിയ അവരുടെ ചെലവ് കാശ് പകുതിയാക്കി കുറച്ചു. ക്യാ ഖബർ കി യേ കത്ത് തുംകോ മിലേങ്കാ ബിയാ നഹി ഈ കത്ത് കിട്ടുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വേ ആദ്മി ഭരോസയ്ക്ക് കാബിൽ ഹെ ജിസ്കെ ഹാത്ത് യേ കത്ത് ബേജ ജായേങ്ക വിശ്വസിക്കാവുന്ന ഒരാളുടെ കൈകളിലേക്കാണ് ഈ കത്ത് കൊടുത്തയക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ലേക്കിൻ കിത്തനെ ഹി ഷഖ്സ് മേനെ ഐസെ ദേഖേ ഹെ ജോ ആഖിർ മേ ദാഗാബാജ് ഓർ ദൂസരെ കെ ബേജെ ജാസൂസ് സാബിത് ഹുയേ. എന്നാൽ ചതിയന്മാരും ചാരന്മാരുമായിട്ടുള്ള എത്രയോ വ്യക്തികളെ ഞാൻ കണ്ടിരിക്കുന്നു. लेकिन इस खत में मैंने ऐसा लिखा ही क्या है जिसकी मुझे फिक्र हो. എന്നാൽ ഇങ്ങനെ ആശങ്കപ്പെടാനായിട്ട് ഈ കത്തിൽ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ഏക് ബാപ്പിനെ ഏക് ബേട്ടിക്കോ കത്ത് ലിഖ്വായ ഹെ ഒരു പിതാവ് മകൾക്കുള്ള കത്ത് എഴുതിച്ചിരിക്കുന്നു. നാ ഇസ്മേ അപ്പനെ മുൽക്ക് കി കോയി ബാത്ത് ഹെ നാ ഗൈർ മുൽക്ക് കി. മുൽക്ക് എന്ന് പറഞ്ഞാൽ രാജ്യം, ഗൈർ മുൽക്ക് എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെതിരായിട്ട്. ഈ രാജ്യത്തിനെ കുറിച്ചോ രാജ്യത്തിനെതിരായിട്ടോ ഒന്നും തന്നെ ഈ കത്തിൽ എഴുതിയിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഹമാരി ഖബ്ർ പരദേശ് മേ ബനേങ്കി തൈ ഹെവ് ഞങ്ങളുടെ ഖബറിടം പരദേശത്ത് തന്നെ നിർമ്മിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. തൈ മീനിങ് തീരുമാനിക്കപ്പെട്ട. ലേക്കിൻ അബീത്തോ ഹം എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ലക്കടി കി ബീഗി ഉയി ഖബ്രമേ സിന്ദാഹി ദഫൻ ഹെവ് തടി കൊണ്ടുള്ള ജീർണിച്ച് ചോർന്നൊലിക്കുന്ന കബറിടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അടക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ലക്കടി മീനിങ് തടി, ബീഗിന എന്ന് പറയുന്ന നനയുക, ചോർന്നൊലിക്കുക എന്നർത്ഥമുണ്ട്. ദഫൻ എന്ന് പറഞ്ഞാൽ ശവം മറവ് ചെയ്യൽ. ജബ് മർ ജായേങ്കേർ തബ് ബി ഖബ്ർ മേഹി ഹോഗേർ മരിക്കുമ്പോഴും ഖബറിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ബസ് ബേട്ടി ഖുദാ ഹാഫിസ് നിർത്തുന്നു മകളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. തുമാരെ കൈദി പാപ്പിനെ ലിഖ്വായ നിന്റെ തടവിലായിരിക്കുന്ന പിതാവ് എഴുതിച്ചത്. ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. മേരി गोज हिंदी में अन्य भाषाओं से आए हुई कई शब्द निम्नलिखित शब्दों के समानार्थी विदेशी शब्द पत्र से ढूंढकर लिखे. ഹിന്ദിയിൽ അന്യഭാഷകളിൽ നിന്നും വന്നിട്ടുള്ള പല വാക്കുകളുമുണ്ട്. താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെ സമാനാർത്ഥമുള്ള വിദേശ വാക്കുകൾ കത്തിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. അനാഥ് യത്തീം, സാന്ത്വന കരാർ, ദേശ് വദനുന്നുണ്ട് മുൽക്കുന്നുണ്ട്, നാശ് തബാഹി ബർബാദി, സംഭാവന എന്താണ് ഗുഞ്ചായിഷ്, വിധവ ബേവ, ബാർ എന്ന് പറഞ്ഞാൽ ദഫ, ഇനാം തോഫ, യോഗ്യ കാബിൽ, വ്യക്തി എന്ന് പറഞ്ഞാൽ ഷഖ്സ്, ചിന്ത ഫിക്ർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൈദി ബാപ്പുക്കോ അപ്പനി ബേട്ടിക്ക കത്ത് ഏക്ക് ആസനാമാദ ക്യൂ തടവിലായിരിക്കുന്ന പിതാവിന് തൻ്റെ മകളുടെ കത്ത് വേദന നിറഞ്ഞ വാക്കുകളായിരുന്നു. എന്തുകൊണ്ട്? ഇതിൻ്റെ ആൻസർ ദില്ലി മേ ബന്ധൻ മേ രഹനെ വാലി പുത്രി കെ കത്ത് മേ അപ്പനി ഓർ ദില്ലി വാലോം കി ദുർവസ്ഥ കാ വിവരണുണ്ട്. ഡൽഹിയിൽ തടവിൽ കഴിഞ്ഞിരുന്ന മകളുടെ കത്തിൽ തൻ്റെയും ഡൽഹി നിവാസികളുടെയും ദുരവസ്ഥ വിവരിച്ചിരുന്നു. गद पढ़कर उसका भाई रोया, पिता की आंखें भी आंसुओं से भर गई, इसलिए कैदी बापू को पुत्री का गद एक आंसुनामा ही लगा. കത്ത് വായിച്ചതിന് ശേഷം അവളുടെ സഹോദരൻ കരഞ്ഞു പോവുകയും അവളുടെ അച്ഛൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ തുളുമ്പി നിൽക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കാരാഗൃഹത്തിൽ കിടക്കുന്ന അച്ഛന് മകളുടെ കത്ത് വേദന നിറഞ്ഞ വാക്കുകളായിട്ട് അനുഭവപ്പെട്ടത്. അടുത്ത ചോദ്യം ദില്ലി വാലെ മുഷ്കോ रोते होंगे मैं भी उनको रोता हूँ यहाँ शासक कौन सा गुण प्रकट होता है. ഡൽഹിയിലുള്ളവർ എന്നെ ഓർത്ത് കരയുന്നുണ്ടായിരിക്കും, ഞാനും അവരെ ഓർത്ത് കരയുന്നു. ഇവിടെ ഭരണകർത്താവിൻ്റെ എന്തു ഗുണമാണ് പ്രകടമാകുന്നത്? ആൻസർ യഹാം ശാസകി പ്രജാവത്സലത ഓർ ഹംദർദി പ്രകട് ഹോത്തി ഹെ. ഇവിടെ ഭരണകർത്താവിൻ്റെ പ്രജാവാത്സല്യവും സഹാനുഭൂതിയുമാണ് പ്രകടമാകുന്നത്. അടുത്ത ചോദ്യം യഹ് കത്ത് തുംകോ മിലേങ്കാ ബിയാ നഹി ബാദ്ഷാക്ക് മൻമായസ ശക് ക്യൂ ഉബരാ ഹോഗ. ഈ കത്ത് നിനക്ക് കിട്ടുമോ ഇല്ലയോ ചക്രവർത്തിയുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയം ഉയർന്നു വന്നത്? ഇതിൻ്റെ ആൻസർ बादशाह ने ऐसे बहुत से व्यक्ति देखे हैं जो आखिर में दागाबाज और दूसरों के भेजे जासूस साबित हुए, इसलिए उनके मन में यह शंका उठी कि उनका गत पुत्री को मिलेगा कि नहीं. ചതിയന്മാരും ചാരന്മാരുമാണെന്ന് തെളിയിക്കപ്പെട്ട പലരെയും ചക്രവർത്തി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ ഈ കത്ത് മകൾക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ടായി. ഇതിലെ ഡയറിയും കത്തും ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.